നമസ്കാരം. കടും തപശാലികളായ സിദ്ധപുരുഷന്മാർക്ക് പോലും സാധ്യമല്ലാത്തതാണ് ഒരേ സമയം ശിരസിൽ ചന്ദ്രനോടും ഗംഗയോടുമുള്ള നാഗാഭരണ നീലകണ്ഠ ശിവദർശനം. വാരാഹിദേവി പൂജിച്ചതും സപ്തമംഗ ക്ഷേത്രങ്ങളിൽ ഒന്നുമായ ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിகு പശുപതീശ്വരർ തിരുക്കോവിൽ പശുമങ്കെ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തഞ്ചാവൂർ ജില്ലയിൽ കള്ളർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീപരമേശ്വരൻ, പശുപതീശ്വരർ, പശുപതിനാഥർ എന്നീ നാമങ്ങളിലും ദേവി ശ്രീപാർവതി പാൽവളനായികി എന്നും അറിയപ്പെടുന്നു. പ്രത്യേകിച്ചും സപ്തമാതാക്കളിലൊരാളായ വാരാഹി ശിവഭഗവാനെ പൂജിച്ച സ്ഥലമാണിത്. മഹിഷാസുരനെ വധിക്കാൻ ആദിപരാശക്തിക്ക് തുണയായി നിന്നവരാണ് സപ്തമാതാക്കൾ. ബ്രാഹ്മി, മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, ഇന്ദ്രാണി, ചാമുണ്ഡി എന്നീ സപ്തമാതാക്കൾ വേറെ വേറെ ഇടത്ത് ശിവഭഗവാനെ തപസ് ചെയ്ത് 7 വിധത്തിലുള്ള ദർശനം കിട്ടിയ ഇടങ്ങളാണ് ചക്രാപ്പള്ളി സപ്തസ്ഥാന ക്ഷേത്രങ്ങൾ. ഇതറിഞ്ഞ് പാർവതി ദേവി ഈ 7 സ്ഥലങ്ങളിലും തപസ് ചെയ്ത് സപ്തമാതാക്കൾക്ക് ലഭിച്ചതുപോലെയുള്ള ദർശനം സിദ്ധിച്ചു. സപ്തമാതാക്കളിൽ ഒരാളായ വാരാഹി ഇവിടെ ശിവഭഗവാനെ പൂജിച്ച് ഈശന്റെ ഉടുക്ക് ദർശിച്ചു. ഉടുക്കിലൂടെ ഉയരുന്ന ആദിനാഥത്തെയും അതിൽ നിന്നും പ്രവഹിക്കുന്ന ജീവൻ ബീജത്തെയും പ്രപഞ്ചം ഉത്പത്തിയാവുന്നതും മനസ്സിലാക്കി മോക്ഷമടഞ്ഞു. നവരാത്രിയുടെ 5-ാം ദിവസം ഈ ഐതിഹ്യം ക്ഷേത്രത്തിൽ കൊണ്ടാടുന്നു. പന്നിയുടെ മുഖവും സ്ത്രീ ഉടലും കലപ്പ, ഉലയ്ക്ക, വാൾ, കേടയം, ശംഖ്, ചക്രം എന്നീ ആയുധങ്ങളോടെ അഭയമുദ്രയോടെ കാട്ടുപന്നികൾ വലിക്കുന്ന ഗിരിചക്ര രഥത്തിൽ എഴുന്നള്ളുന്ന ദേവിയാണ് വരാഹമൂർത്തിയുടെ തുണയായ വാരാഹി. അംബിക ത്രിപുരസുന്ദരിയുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന 2 ശക്തികളാണ് ശ്യാമള എന്ന മന്ത്രിണിയും വാരാഹി എന്ന ദണ്ഡിനിയും. ഭയം നീക്കി ജയം അരുളുന്നവളും രാജരാജേശ്വരിയുടെ സേനാനായികയുമാണ് വാരാഹി. സപ്തമാതാക്കൾ പൂജിച്ച സ്ഥലങ്ങളുടെ പേരിനെ ലോപിച്ച് അവസാനം മങ്കെ എന്നാക്കിയിരിക്കുന്നു. ചക്രാപ്പള്ളി സപ്തസ്ഥാന ക്ഷേത്രങ്ങൾ ഇവയാണ്: ചക്രമങ്കെ, അരിയമങ്കെ, ശൂലമങ്കെ, നന്ദിമങ്കെ, പശുമങ്കെ, താഴമങ്കെ, പുള്ളമങ്കെ. ചക്രാപ്പള്ളി സപ്തസ്ഥാന ക്ഷേത്ര പുരാണപ്രകാരം നാദശർമ്മ അനവിദ്യ ദമ്പതികൾ 7 സപ്തസ്ഥാന ക്ഷേത്രങ്ങളിലും ഭഗവാനെയും ദേവിയെയും പൂജിച്ചവരാണ്. ഈ ക്ഷേത്രത്തിൽ പാർവതി ദേവി അവർക്ക് ഒരു യുവതിയുടെ രൂപത്തിൽ ദർശനം കൊടുത്തു. സപ്തമംഗ ക്ഷേത്രങ്ങളിൽ 3 എണ്ണം ഈ ഗ്രാമത്തിൽ തന്നെയാണ്. ഇവിടെ അടുത്താണ് പുള്ളമങ്കയിൽ ബ്രഹ്മപുരീശ്വരർ കോവിലും താഴമങ്കയിൽ ചന്ദ്രമൗലീശ്വരർ കോവിലും. ദേവലോക പശു കാമധേനുവും അഗസ്ത്യ മഹർഷിയും ഇവിടെ മൂലവരെ പൂജിച്ചതായി ഐതിഹ്യമുണ്ട്. സപ്തമംഗ ക്ഷേത്രത്തിൽ കാമധേനു പൂജിച്ചതിനാൽ ഇവിടം പശുമങ്കെ എന്നായി. ക്ഷേത്രത്തിൽ കാമധേനുവിന്റെയും അഗസ്ത്യ മഹർഷിയുടെയും ശില്പങ്ങളുണ്ട്. 1500 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും കിഴക്ക് ദർശനമായ 3 നില രാജഗോപുരത്തോടെയും കാണപ്പെടുന്ന പശുമങ്കെ പശുപതീശ്വരർ കോവിൽ പൂർവ്വജന്മ വൈരാഗ്യത്താൽ ആനയ്ക്ക് കടക്കാൻ പറ്റാത്ത വിധം 78 മാടക്കോവിലുകൾ നിർമ്മിച്ച കോച്ചൻകൻ ചോഴൻ നിർമ്മിച്ചതാണെന്നാണ് അനുമാനം. പരാന്തക ചോഴൻ 1-ാമൻ മുതലായ ചോഴ രാജാക്കന്മാരും നായ്ക്കർ രാജാക്കന്മാരും തിരുപ്പണികൾ നടത്തിയ ക്ഷേത്രമാണിത്. വിദേശീയ പടയെടുപ്പിനാൽ പല ഛേദങ്ങളും ഏർപ്പെട്ട കുടമുരുട്ടിയാറിന്റെ കരയിലുള്ള കോവിലും കൂടെയാണിത്. ഈ ക്ഷേത്രത്തിലെ ദുർഗാ ഭഗവതിയുടെ ശില്പം കുറച്ച് വ്യത്യാസമുള്ളതാണ്. ദേവി ഇവിടെ മഹിഷാസുരമർദ്ദിനിയായി അഷ്ടഭുജങ്ങളോടെ ശംഖ്, ചക്രം, വാൾ, ഗദ, ശൂലം, കേടയം, അങ്കുശം മുതലായ ആയുധങ്ങളേന്തി ഇരുപുറവും കലൈമാനും സിംഹവും നിൽക്കെ 2 വീരന്മാർ കത്തിയാൽ തല അറുത്തു കൊടുക്കുന്നത് പോലെയും തുടകീറി രക്തബലി കൊടുക്കുന്നത് പോലെയും ആവനാഴിയോടെ ഒരു കൈയിൽ വില്ലും മറുകൈ മോതിരവിരൽ മടക്കിയ മുദ്രയോടെ ദർശനം തരുന്നു. രാജഗോപുരം കടന്ന് ബലിപീഠം നന്ദി ഭഗവാനെയും ദർശിച്ചാൽ പ്രധാന സന്നിധിയിൽ പശുപതീശ്വരർ എന്ന നാമത്തിൽ ഒരൽപ്പം വലിയ ശിവലിംഗ തിരുമേനിയായി ശ്രീപരമേശ്വരൻ കിഴക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. സന്താന തടസ്സം മാറാനും വിദ്യാ തടസ്സം മാറാനും ഭക്തർ ഇവിടെ വസ്ത്രം ചാർത്തി പ്രാർത്ഥിക്കുന്നു. തൊട്ടടുത്തുള്ള സന്നിധിയിലാണ് ഉച്ചിഷ്ട ഗണപതി. തെക്ക് ദർശനമായാണ് അമ്പാൾ സന്നിധി. ദേവി 4 കരങ്ങളോടെ പാൽവണ്ണ നായികി എന്ന നാമത്തിൽ മൃദുമന്ദഹാസത്തോടെ ഭക്തർക്ക് അനുഗ്രഹം വാരിക്കോരി നൽകാൻ തയ്യാറായി നിൽക്കുന്നത് പോലെയാണ് പ്രതിഷ്ഠ. വിവാഹഭാഗ്യത്തിന് ഭക്തർ ദേവിക്ക് വസ്ത്രം ചാർത്തി പ്രാർത്ഥിക്കുന്നു. അമ്പാൾ സന്നിധിക്ക് അടുത്തായി വിനായകരും ആദിയമ്മനും. ഈ ക്ഷേത്രത്തിൽ ജ്യേഷ്ഠാദേവിക്കും പ്രതിഷ്ഠയുണ്ട്. ഈ ക്ഷേത്രത്തിൽ മുഖ്യപ്രതിഷ്ഠകളല്ലാതെ വള്ളിദേവിയാനി സമേത മുരുകൻ, വിനായകർ, ചണ്ഡേശ്വരർ, നവഗ്രഹങ്ങൾ, ദക്ഷിണാമൂർത്തി, ബ്രഹ്മ, ദുർഗ, ലിംഗോദ്ഭവർ, സൂര്യൻ, ചന്ദ്രൻ, ശനീശ്വരൻ എന്നിങ്ങനെ കുറച്ച് ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം മാവിലങ്കെ. ക്ഷേത്രതീർത്ഥം തിരുക്കുളം കുടമുരുട്ടിയാറ്. ആഗമവിധി പ്രകാരമുള്ള 2 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. മഹാശിവരാത്രി, ഐപ്പശി അന്നാഭിഷേകം, മാർഗഴി തിരുവാതിര, ശിവരാത്രി, അമാവാസി, പ്രദോഷം, സപ്തസ്ഥാന ഉത്സവം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങൾ. സപ്തസ്ഥാന ഉത്സവത്തിൽ പങ്കുനിമാസം ചിത്ര നക്ഷത്രത്തിൽ ചക്രാപ്പള്ളിയിലെ ചക്രവാകേശ്വരരും ദേവനായകി തായാരും പുഷ്പപ്പല്ലക്കിലും നാദശർമ്മ അനവിദ്യ ദമ്പതികൾ വെട്ടിവേർ പല്ലക്കിലും പുറപ്പെട്ട് 6 ക്ഷേത്രങ്ങളും സന്ദർശിച്ച് മടങ്ങുന്ന വൈഭവം നടക്കുന്നു. ക്ഷേത്രം ഗ്രാമപ്രദേശത്തായതിനാൽ ഭക്തജനത്തിരക്ക് വളരെ കുറവാണ്. പൂജാ സമയം രാവിലെ 6 മണി മുതൽ 11 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8:30 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ പശുപതി കോവിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് 1 കിലോമീറ്റർ, തഞ്ചാവൂരിൽ നിന്ന് 15 കിലോമീറ്റർ,
അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അയ്യമ്പേട്ടെ കുംഭകോണം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.